ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും വിവിധ സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ബയോഗ്യാസ് പ്ലാന്റ് ക്ലീനറുടെ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെയാണ്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പ്രവർത്തനത്തിലുള്ള പരിശീലനം ഉണ്ടായിരിക്കണം. യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അടക്കം ചെയ്ത അപേക്ഷകൾ ഒക്ടോബർ 9 വൈകിട്ട് 5 മണിക്ക് മുൻപായി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. സിവിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യത. ഇവരുടെ അഭാവത്തിൽ 3 വർഷത്തെ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയും 5 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ മിഷൻ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളിലെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റും 10 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ മിഷൻ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളിലെ പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ബയോഡേറ്റയും അസലും പകർപ്പുമായി ഒക്ടോബർ 10 സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ ഈരംകൊല്ലി രാമൻ സ്മാരക ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ OP അധിഷ്ഠിത പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ DME അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പുമായി ഒക്ടോബർ 10 രാവിലെ 11 മണിക്ക് ഡിസ്പെൻസറിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ റേഡിയോഗ്രാഫർ നിയമനം നടത്തുന്നുണ്ട്. +2 സയൻസും സർക്കാർ അംഗീകൃത ഡിപ്ലോമ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നിവയാണ് യോഗ്യത വരുന്നത്. ഒക്ടോബർ 6 രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഹോസ്റ്റൽ ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വാച്ച്മാൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. 7ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഒക്ടോബർ 8 രാവിലെ 9:30 ഹോസ്റ്റൽ ഓഫീസിൽ ഹാജരാവണം. ബിരുദധാരികളായിരിക്കരുത്. പ്രായം 1/10/2025 25-നും 45-നും ഇടയിലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്പർ 130 തട്ടമുകൾ അംഗൻവാടിയിൽ അംഗൻവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 1/1/2025 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം. SLC പാസ്സായിരിക്കണം. അടുത്തത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ ICDS പരിധിയിലെ തഴവ പഞ്ചായത്തിലെ 8ാം വാർഡിൽ 89ാം നമ്പർ അംഗൻവാടിയിലേക്ക് ക്രഷ് ഹെൽപ്പറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത 10ാം ക്ലാസ് ആണ്. തഴവ പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിര താമസക്കാരും സേവന താൽപ്പര്യമുള്ള വനിതകളായിരിക്കണം അപേക്ഷകർ. പ്രായപരിധി 2025 ജനുവരി 1 18 മുതൽ 35 വയസ്സ് വരെയാണ്. പ്രതിമാസ ഹോണറേറിയം 3000 രൂപയാണ് ലഭിക്കുന്നത്. സ്ഥിര താമസം, വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ശിശു വികസന പദ്ധതി ഓഫീസർ, ICDS പ്രോജക്റ്റ് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട്, ചങ്ങൻകുളങ്ങര, ഓച്ചിറ PO 690526 എന്ന വിലാസത്തിൽ ഒക്ടോബർ 10 വൈകിട്ട് 5 മണിക്കകം ലഭിക്കണം. അപേക്ഷ കവറിന് പുറത്ത് അങ്കണവാടി കം ക്രഷ് അപേക്ഷ തഴവ ഗ്രാമപഞ്ചായത്ത് എന്ന് രേഖപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം പാല KM മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രി
ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലേക്ക് EMG, EEG, NCS ടെക്നീഷ്യൻ തസ്തികയിലേക്ക് HMC മുഖാന്തരം ദിവസവേതനാടിസ്ഥാനത്തിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഒക്ടോബർ 6 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ചാണ് അഭിമുഖം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ, അവയുടെ പകർപ്പ്, അപേക്ഷ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാവണം. യോഗ്യത EMG അല്ലെങ്കിൽ EEG അല്ലെങ്കിൽ NCS ടെക്നീഷ്യനാണ്. വിശദ വിവരത്തിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.